ഞാൻ എന്തൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് എനിക്ക് പാലുണ്ടാകുക? നമുക്ക് അങ്ങനെ ഒന്നിനും പ്രത്യേകിച്ചൊരു റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് മനസ്സുകൊണ്ട് സന്തോഷകരമായിട്ട് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാവുന്നതാണ്. അപ്പോൾ പ്രസവാനന്തരം ചിലപ്പോൾ ഇനീഷ്യൽ ഡേയ്സിൽ നമുക്ക് ചില ക്ഷീണം തളർച്ചയൊക്കെ ഉള്ളപ്പം ഒരുപാട് എരിവ്, പുളി, എണ്ണമഴക്കുള്ളത്, വറുത്തത്, പൊരിച്ചതൊക്കെ ഒഴിവാക്കുക. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും, നമ്മൾ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് പാല് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചു വരിക. ഇലക്കറികൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ധാന്യവർഗ്ഗങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യാം. ഡോക്ടറെ, ഞാൻ പയറും പരിപ്പും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൊച്ചിന് ഗ്യാസ് വരത്തില്ലേ? നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം എല്ലാം കൂടെ ഉടൻ തന്നെ ചെന്നിട്ട് നമ്മുടെ ബ്രസ്റ്റിൻ്റെ അകത്ത് കയറിയിരുന്ന് അതിങ്ങനെ അവിടുന്ന് പുറത്തേക്ക് വരികയാണോ ചെയ്യുന്നത്? അതൊക്കെ കുറേ മിഥ്യാധാരണകളാണ്. നമുക്ക് പ്രോട്ടീനുള്ള ഭക്ഷണം, എഗ് വൈറ്റ് കഴിക്കാം, ഫിഷ് കഴിക്കാം, ചിക്കൻ കഴിക്കാം. നമുക്ക് മനസ്സുകൊണ്ട് കഴിക്കാൻ ഇഷ്ടമുള്ള എല്ലാ ഫുഡും കഴിക്കാം. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ഡയറ്റീഷ്യൻ കൺസൾട്ടേഷൻ എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിന്നാലാണ് നല്ല പ്രോപ്പർ ഹൈഡ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പോസ്റ്റ് ഡെലിവറി പലർക്കും ചിലപ്പോൾ മൂത്രത്തിപ്പഴുപ്പൊക്കെ വരാനും സാധ്യതയുണ്ട്. അപ്പം നല്ല ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം, പ്രോട്ടീൻ കൂടുതലുണ്ടാകണം, മനസ്സുകൊണ്ട് കഴിക്കാൻ ഇഷ്ടമുള്ള വെജും നോൺ വെജും ഒക്കെ കഴിക്കാം. നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്നൊന്നും അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ചിലർക്ക് ഗ്യാസ്ട്രൈറ്റിസ് വരാതിരിക്കാനായിട്ടാണ് എരിവും പുളിയും മസാലയും എണ്ണമെഴുക്കുള്ളതൊക്കെ കഴിക്കാതിരിക്കാൻ പറയുന്നത്.